ശിവൻ തന്നെയാണ് അള്ളാഹു. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പറയാൻ സമയമില്ല. അപ്പൊ ശിവനെ ആരാധിക്കുന്ന ശിവൻ എന്ന് പറഞ്ഞ ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞ സംഹാരമൂർത്തിയാണ്. ശിവനെ എല്ലാം നശിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ശിവന്റെ ആളുകൾ എന്താ ചെയ്യുക? അവര് ലോകത്തെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇന്ന് ഈ ലോകത്ത് എന്ന് പറയുന്നത് കലിയുഗത്തിന്റെ അവസാനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കലിയുഗം തീരാൻ സമയമായി വരുന്നു. ഓരോ അവതാരം ഭൂമിയിൽ വരുമ്പോഴും ഓരോ മഹായുദ്ധങ്ങൾ ഉണ്ടാവും. ശ്രീരാമാവതാര കാലത്ത് രാവണ യുദ്ധം ഉണ്ടായി. ശ്രീകൃഷ്ണാവതാര കാലത്ത് കൗരവ പാണ്ഡവ യുദ്ധം, അതായത് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായി. ഇത് കൽക്കി അവതാര കാലമാണ്. നമ്മളെല്ലാം കൽക്കികളാണ്. ഈ കൽക്കി അവതാര കാലത്ത് ഒരു ധർമ്മയുദ്ധം ഉണ്ടായാലേ പറ്റൂ. അതാണ് 3-ാം ലോകമഹായുദ്ധം. ഈ ലോകമഹായുദ്ധം അധികം താമസിയാതെ സംഭവിച്ചിരിക്കും. അപ്പോഴേ മാത്രമേ അസുരന്മാരെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനാണ് ഇവരിലെല്ലാം ഇരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഭഗവാനാണ്. ഭഗവാൻ 3 തരം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ബാലൻസിന് വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നന്മ ചെയ്യുന്നവർ സാത്വികന്മാർ അഥവാ ദേവന്മാർ, തിന്മ ചെയ്യുന്നവർ താമസന്മാർ അഥവാ അസുരന്മാർ. അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പൂജ്യത്തിന് താഴെ കിടക്കുകയാണ്. ബുദ്ധിയും വിവേകവും രണ്ടാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഓർമ്മ സൂക്ഷിക്കാനുള്ള ഒരു കഴിവാണ് ബുദ്ധി. പിന്നെ പല കാര്യങ്ങളും ബുദ്ധിയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ ബോധം എന്ന് പറയുന്ന വേറൊന്നാണ്. നമുക്ക് കിട്ടുന്ന അറിവാണ്, ദൈവികമായ അറിവിനെയാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. ബോധം ഉണ്ടാവരെ ബുദ്ധന്മാരെന്ന് പറയും. ഈ അസുരന്മാർ ഒരു ബുദ്ധൻ പോലും ഇല്ല. ഉള്ളതൊക്കെ പ്രബുദ്ധരാണ്. പ്രബുദ്ധരെന്ന് പറഞ്ഞ ഭൗതിക കാര്യങ്ങളിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആത്മീയ തലത്തിൽ ഇവർക്ക് അറിവില്ല. ഇവർക്ക് ഈശ്വരൻ എന്താണെന്നോ പിന്നെ അവനവൻ സ്വയം എന്താണെന്നോ ഒന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവരുടെ ജോലിയാണ് ഇവർ നിർവഹിക്കുന്നത്. അതായത് ഭഗവാൻ നാരായണൻ 3 തരം മനുഷ്യരെ സൃഷ്ടിച്ചാൽ 3-ാമത്തെ തരക്കാരാണ്. അതായത് ബോധതലം കുറഞ്ഞ താമസന്മാരായ അല്ലെങ്കിൽ അധമന്മാരായ ഇവരെയൊക്കെ മ്ലേച്ഛന്മാരെന്ന് പറയുന്നത്. ഇവരുടെ ബോധതലം 0യ്ക്ക് താഴെയാണ് കിടക്കുന്നത്. ഇവർക്ക് വിവേകം, ഇവർക്ക് സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനമില്ല. സമത്വ സഹോദരി ഇതൊന്നും ഈ അസുരന്മാരുടെ അജണ്ടയിലില്ല. അവർക്ക് ഭഗവാൻ ശിവൻ കൊടുത്തിരിക്കുന്ന ആ ഒരു സംഹാരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഹാരത്തിൽ കൂടെ മാത്രമേ ഈ ലോകത്തിന്റെ ബാലൻസ് നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർണം സൂക്ഷിക്കണമെങ്കിൽ ഇരുമ്പ് വേണം. സ്വർണത്തിന് അതിൻ്റെതായിട്ട് ധർമ്മമുണ്ട്, ഇരുമ്പിന് അതിൻ്റെതായിട്ട് ധർമ്മമുണ്ട്. വിളയുണ്ടെങ്കിൽ കളയും കൂടെയുണ്ട്. അപ്പൊ ഈ മനുഷ്യർ എല്ലാം ഇവരെ കൊണ്ടും ലോകത്തിന് പ്രയോജനമില്ല. പ്രയോജനമില്ലാത്ത ഒരു വസ്തു പോലും ഭഗവാൻ സൃഷ്ടിക്കുകയില്ല. അപ്പം ഭഗവാൻ നാരായണൻ തന്നെയാണ് രാജസനായിട്ടും താമസനായിട്ടും സാത്വികനായിട്ടും ഇരിക്കുന്നത്. അതായത് വിഷ്ണുവായിട്ടും ബ്രഹ്മാവായിട്ടും ശിവനായിട്ടും ഒക്കെ ഇരിക്കുന്ന ഭഗവാൻ നാരായണൻ തന്നെയുണ്ട്. അസുരന്മാരൊക്കെ നാരായണന്മാരാണ്. പക്ഷെ അവര് ശിവരൂപത്തിൽ സംഹാരമൂർത്തികളായിട്ട് ഇരിക്കുകയാണ്. അവരുടെ ധർമ്മമാണ് അവർ ചെയ്യുന്നത്. അവരെന്തിന് അവരെ ഭഗവാൻ സൃഷ്ടിക്കുന്നതാണ്? ദേവന്മാരുടെ എണ്ണം 33% കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ 33 കോടി ദേവന്മാരെന്ന് പറയുന്നത്. അവരുടെ ആ 33% കൂടുമ്പോഴാണ് ഭഗവാൻ ഉടനെ അവതാരമെടുത്ത് ശിവരൂപത്തിൽ അവതാരമെടുത്ത് ഈ ആളുകളെയൊക്കെ കൊല്ലുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന വിഷ്ണു ഭഗവാന്റെ അവതാരമാണ്. അദ്ദേഹം വന്ന് പോയതിനു ശേഷം ലോകം മുഴുവൻ ക്രിസ്തുമതം പടരുകയായിരുന്നു. ഇന്ന് ഇസ്ലാം മതം വന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ക്രിസ്തുമതമേ ഉണ്ടാകത്തുള്ളൂ. അതൊരിക്കലും ഭഗവാൻ പ്രപഞ്ചനാഥനായ നാരായണൻ സമ്മതിക്കത്തില്ല. അപ്പൊ അവരുടെ എണ്ണം ലോകം മൊത്തം പെരുകുന്നു എന്ന് മനസ്സിലായ ഉടനെ ഭഗവാൻ അസുരന്മാരെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ സൃഷ്ടിച്ചു. ഉടനെ ഇവരെ എല്ലാം കൊല്ലാനും ഇവരെ മതം